ഓരോ അഭിനേതാക്കളെ മനസ്സിൽ കണ്ട് എഴുത്തുകാർ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളുണ്ടാവും. എന്നാൽ എത്ര തന്നെ എഴുത്തുകാർ സങ്കല്പിച്ചാലും ആ കഥാപാത്രങ്ങൾ എത്തേണ്ട ആളുടെ അടുത്ത് മാത്രമേ എത്തുകയുള്ളൂ എന്നതിൽ സിനിമയിൽ ധാരാളം തെളിവുകളുമുണ്ട്. സൂപ്പർ താരങ്ങൾ നിരസിച്ച പല സിനിമകളും വമ്പൻ വിജയമായ കാഴ്ചയും പ്രേക്ഷകർ കണ്ടു. അത്തരത്തിൽ മമ്മൂട്ടി നിരസിച്ച ചിത്രമാണ് മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ സിനിമാ ജീവിതത്തിന്റെ റൂട്ട് മാറ്റിയത്. രാജാവിന്റെ മകനും ദൃശ്യവും ഏകലവ്യനുമൊക്കെ മമ്മൂട്ടി നിരസിച്ച ചിത്രങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ മമ്മൂട്ടി നിരസിച്ചത് എന്നതിന്റെ കാരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മമ്മൂട്ടിയും തമ്പി കണ്ണന്താനവും ഒരുമിച്ച് ആ നേരം അല്പദൂരം എന്ന ചിത്രം 8 നിലയിൽ പൊട്ടി നിൽക്കുന്ന സമയത്താണ് രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിന്റെ തിരക്കഥയുമായി വീണ്ടും കണ്ണന്താനം മമ്മൂട്ടിയെ തേടിയെത്തുന്നത്. മമ്മൂട്ടി തന്റെ താല്പര്യക്കുറവ് മടി കൂടാതെ സംവിധായകനോട് പറഞ്ഞു. തുടർന്നാണ് തമ്പി കണ്ണന്താനം മോഹൻലാലിനെ തേടിപ്പോയത്. ചിത്രം സൂപ്പർ ഹിറ്റ് ആകുകയും ചെയ്തു. മോഹൻലാൽ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആകുകയും ചെയ്തു. മോഹൻലാൽ അഭിനയ ജീവിതത്തിൽ ആദ്യമായി 1 ലക്ഷം പ്രതിഫലം വാങ്ങിയതും ഈ ചിത്രത്തിന് വേണ്ടിയാണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സഹസംവിധായകൻ TK രാജീവ് കുമാറിന്റെ ആദ്യ ചിത്രമാണ് ചാണക്യൻ. 13 ചിത്രങ്ങളുടെ തിരക്കുമായി നിൽക്കുന്ന 1989 മമ്മൂട്ടിയെ കാണാൻ രാജീവ് എത്തിയത്. അന്നോളം പരിചിതമല്ലാത്ത ഒരു പ്രതികാര കഥയാണ് ചാണക്യൻ എന്നറിയാമായിരുന്നിട്ടും തിരക്കുകൾ കാരണം മമ്മൂട്ടിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ മമ്മൂട്ടിക്ക് പകരം ഉലകനായകൻ കമൽഹാസൻ ചിത്രത്തിൽ നായകനായി എത്തി. കമലും തിലകനും ജയറാമും തകർത്തഭിനയിച്ച ചിത്രം മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും വിജയം കൈവരിച്ചു. ദൃശ്യം എന്ന ചിത്രം മമ്മൂട്ടിക്ക് വേണ്ടിയാണ് താൻ എഴുതിയതെന്ന് നേരത്തെ തന്നെ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ജിത്തു തയ്യാറായിരുന്നു. എന്നാൽ എന്നെ കാത്തിരുന്ന് സമയം കളയേണ്ട എന്നും ഇത് എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത്. സിനിമയുടെ കൂടെ ഞാനുണ്ടാവുമെന്ന് പറഞ്ഞ മമ്മൂട്ടി തന്നെയാണ് വേഷം മോഹൻലാലിന് കൊടുക്കാൻ നിർദ്ദേശിച്ചതും. 2014 പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി. തലസ്ഥാനവും സ്ഥലത്തെ പ്രധാന പയ്യൻസുമെല്ലാം തിയേറ്ററുകളിൽ തകർത്തോടുന്ന സമയത്താണ് ഏകലവ്യനായ മാധവൻ IPSന്റെ വേഷവുമായി രഞ്ജി പണിക്കറും ഷാജി കൈലാസും മെഗാസ്റ്റാറിനെ കാണാനെത്തുന്നത്. ഒത്തിരി പോലീസ് വേഷങ്ങൾ ചെയ്ത മമ്മൂട്ടിക്ക് മാധവൻ IPSൽ വിശ്വാസമില്ലായിരുന്നു. സുരേഷ് ഗോപിയുടെ പേര് നിർദ്ദേശിച്ച് മമ്മൂട്ടി പിന്മാറി. ഒടുവിൽ മമ്മൂട്ടിക്ക് കരുതിയ വേഷത്തിൽ സുരേഷ് ഗോപി കരുതിയ വേഷത്തിൽ സിദ്ദിഖുമെത്തിയ ചിത്രം മികച്ച വിജയം നേടി. 1993 റിലീസ് ചെയ്ത ചിത്രം സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിന്റെ ജാതകം മാറ്റി എഴുതി. സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിമിസം.